السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് ഈ വർഷം ജനുവരി മാസം 3-ാം തീയതി നടത്തിയ ജുമുഅ ഖുത്ബയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ ലോകം വേണോ അതോ അള്ളാഹുവിനെ വേണോ? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള തൻ്റെ വെള്ളിയാഴ്ച പ്രഭാഷണം ആരംഭിച്ചത്. അനേകർക്കും ഭൗതിക ധനത്തിൻ്റെ അഭാവമുണ്ടാകാം. എന്നാൽ മൂല്യങ്ങൾ സ്വായത്തമാക്കിയവരാകാം. ധനാഢ്യന്മാരായ രാജാക്കന്മാരെക്കാൾ അവരെ ഐശ്വര്യമുള്ളവരായി കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നു, നിങ്ങളിൽ ഏറ്റവും ഭയഭക്തിയുള്ളവനാണ് നിങ്ങളിൽ വെച്ച് അല്ലാഹുവിങ്കൽ ഏറ്റവും ആദരണീയൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നു. ഇവിടെ നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. അവൻ്റെ അടുത്തേക്കാണ് നമ്മളുടെ ഈ യാത്ര. ഏത് സമയത്തും നമ്മൾ അവിടെ പ്രാപിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതാണ് ചോദിക്കുന്നത്, ഈ ലോകം വേണോ അതോ അള്ളാഹുവിനെ വേണോ? ഈ ലോകത്തിൻ്റെ അവസ്ഥ ഇതാണ്. നിങ്ങൾ ഒരല്പകാലം ഇവിടെ കഴിയുന്നു. നിങ്ങളിവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഈ ലോകം വിട്ട് പോവുകയാണ്. നിങ്ങൾ എന്തെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിത വിഭവങ്ങളും അതിൻ്റെ അലങ്കാരങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ് ഏറ്റവും ഉത്തമവും അനശ്വരവുമായത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ ഭൗതിക വസ്തുക്കളും വിഭവങ്ങളും നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടി, ഒരല്പകാല ആവശ്യത്തിന് വേണ്ടി അലങ്കാരമായിട്ട് നമുക്ക് നൽകിയിരിക്കുക. ഇത് നമുക്കിവിടെ സ്ഥിരമായി ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ് ഏറ്റവും ഉത്തമവും അനശ്വരവുമായത്. അത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതായത് വമാ ഊതീതും ബിശൈഇൻ, നിങ്ങൾക്കൊരു വസ്തുവും നൽകിയിട്ടില്ല. ഫമത്താഇൻ, ഒരു വിഭവവും നൽകിയിട്ടില്ല. അൽ ഹയാത്തു ദുനിയ വസീനതുഹ, ഈ ലോകത്തിലെ ജീവിതത്തിലെ അലങ്കാര വസ്തുവായിട്ടും ഇഹലോക വിഭവമായിട്ടുമല്ലാതെ. വമാ ഇൻദല്ലാഹി ഖൈറുൻ,
അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വഅബ്ഖ, അത് നിലനിൽക്കുന്നതുമാണ്. അഫലാ തഅഖിലൂൻ, ഈ താൽക്കാലിക ലോകത്തേക്ക് നിങ്ങളെ വിട്ടിരിക്കുന്ന ഈ ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് നിങ്ങൾ മടങ്ങിപ്പോകുന്നവരാണ്. ആരുടെ അടുത്തേക്ക്? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ് ശ്രേഷ്ഠമായിട്ടുള്ളതും ശാശ്വതമായി നിൽക്കുന്നതും. നിങ്ങൾക്ക് നൽകിയ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? ഒരു പ്രവാചക വചനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വിവരിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഭൗതിക സാധന സമൃദ്ധിയെ അല്ല ഐശ്വര്യം കുടികൊള്ളുന്നത്, എന്നാൽ ഐശ്വര്യം കുടികൊള്ളുന്നത് ആത്മാവിൻ്റെ ഐശ്വര്യത്തിലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരാത്മാവുണ്ട്. ആ ആത്മാവിന് ഐശ്വര്യമുണ്ടാകണം. ആ ആത്മാവ് ഈ ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ സാധന സാമഗ്രികളും സുഖങ്ങളും അനുഭവിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടത് അള്ളാഹുവിൻ്റെ പക്കലുള്ള സുഖസൗകര്യങ്ങളാണ്. കാരണം ഈ ശരീരത്തിൽ വന്നിരിക്കുന്ന ഈ ആത്മാവ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ അവിടെ സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നതിന് പര്യാപ്തമായി ഈ ശരീരത്തെ പരിപോഷിപ്പിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതാണ്. സംതൃപ്തമായ ഹൃദയത്തിന് അഥവാ സമാധാനം പ്രാപിച്ച സംതൃപ്തമായ ആത്മാവിന് അഥവാ ആന്തരിക സത്തയ്ക്ക് മാത്രമേ ഹൃദയം കവിഞ്ഞൊഴുകിയുള്ള യഥാർത്ഥ സമൃദ്ധിയിലേക്ക് നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. ഐഹികമായ ഒരു സമൃദ്ധിയും നമുക്ക് സമാധാനവും ശാന്തിയും നൽകുന്നതല്ല. അതെത്ര വലിയ കെട്ടിടങ്ങളായാലും എത്ര വലിയ സുഖഭോഗ വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കൂട്ടി വെച്ചാലും ഭൗതിക ലോകത്തിലുള്ള ഈ സാധന സാമഗ്രികളൊന്നും നമുക്ക് സുഖം പകരുന്നതല്ല. സുഖം പകരുന്നു എന്ന് പറയുന്ന ഈ ശരീരത്തിൽ ആത്മാവ് വസിക്കുന്നതുകൊണ്ടാണ്. ആ ആത്മാവിന് ഇതൊന്നും ആവശ്യമില്ല. അവൻ ആവശ്യമുള്ളത് അവൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്ന് അവന് തിരികെ അവൻ്റെ അടുത്തേക്ക് പോകണം. അതിന് നിങ്ങളെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പോകേണ്ടത് അവൻ്റെ അടുത്തേക്കാണ്. അവനെ സംതൃപ്തമാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഐശ്വര്യ സമൃദ്ധി ഈ ലോകത്ത് കണക്ക് കൂട്ടാവതല്ല. എവിടെയാണോ അള്ളാഹുവിനോട് യഥാർത്ഥ സ്നേഹമുള്ളത്, അള്ളാഹു തആല അവന് നൽകുന്ന ഏത് നന്മയിലും അവൻ നന്ദിയുള്ളവനായിരിക്കുന്നതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം ആഴത്തിൽ പതിപ്പിച്ചിരിക്കും. ഒരു ഐശ്വര്യവും അവനെ അവൻ്റെ സൃഷ്ടാവിൽ നിന്നും മാറ്റി നിർത്തുന്നതല്ല. എന്ത് സമൃദ്ധി നമുക്കുണ്ടായാലും ഇതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്, ഇത് ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ശാന്തമാകുന്നത്. ദൈവത്തെയും അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രേമിക്കുന്നവനെ എല്ലാ നിലയിലും പരീക്ഷണ വിധേയമാക്കുന്നതാണ്. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വാക്ക് ശരിയാണോ അല്ലയോ എന്ന് നമ്മളെ അവൻ അനുനിമിഷം പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ അള്ളാഹു നോക്കും, അവൻ്റെ സ്നേഹം എത്രത്തോളമുണ്ടെന്ന്, അവൻ്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന്, അവൻ്റെ വിശ്വാസം എങ്ങനെയുണ്ടെന്ന്, അവൻ പ്രഖ്യാപിച്ച സ്നേഹം ഏതളവിലുണ്ടെന്ന് അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, അവൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നമ്മളെ അനുനിമിഷം അള്ളാഹു ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അവൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഇവൻ ഈ പറഞ്ഞതിൽ ഏതളവോളം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു. ഇസ്ലാമിൽ ഭൗതിക സമൃദ്ധിയും അള്ളാഹുവിനോടുള്ള സ്നേഹവും തമ്മിലുള്ള അന്തരം സുവ്യക്തമാണ്. ഇസ്ലാമിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യമായിട്ടാണ് കണക്കാക്കുന്നത്.
അപ്പോൾ ഭൗതിക ജീവിത ലക്ഷ്യം ഇഹലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. അവിടെ എത്തിച്ചേരുമ്പോൾ നമുക്ക് ശാന്തി കിട്ടണം. ആ ശാന്തി ലഭ്യമാകണമെങ്കിൽ ഇഹലോകത്തിലുള്ള എല്ലാ സുഖസമൃദ്ധിയും നമ്മൾ ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ എല്ലാത്തിനും ഉപരിയായി അള്ളാഹുവിൻ്റെ പ്രീതിയെ തേടുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇഹലോകത്തിലുള്ള ഈ സമ്പൽ സമൃദ്ധികൾ കണ്ട് നിങ്ങൾ അതിൽ മഞ്ഞളിച്ച് അതിനകത്തകപ്പെട്ടു പോകാതെ നിങ്ങളുടെ യഥാർത്ഥമായ ലക്ഷ്യമായ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് പര്യാപ്തമായതെന്താണോ ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഴുകുക. ഈ സ്നേഹം പ്രകടമാക്കുന്നത് ആരാധനയിലൂടെയും അനുസരണത്തിലൂടെയും വിശുദ്ധ ഖുർആൻ്റെയും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിന്തുടരുന്നതിലൂടെയും അതോടൊപ്പം കാലത്തിൻ്റെ ഇസ്ലാമിക ഇമാമിനെ അനുസരിക്കുന്നതിലൂടെയും സ്നേഹിക്കുന്നതിലൂടെയും ആദരിക്കുന്നതിലൂടെയുമാണ്. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇസ്ലാമിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു എങ്കിൽ ഈ പറയപ്പെട്ട എല്ലാ കാര്യത്തോടൊപ്പം കാലത്തിൻ്റെ ഇസ്ലാമിക ഇമാമിനെ അനുസരിക്കുന്നതിലൂടെയും സ്നേഹിക്കുന്നതിലൂടെയും ആദരിക്കുന്നതിലൂടെയുമാണ് ആ സംതൃപ്തി നിങ്ങൾക്ക്, ആ വിജയം നിങ്ങൾക്ക് കൈവരുന്നത്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സന്തുലിതമായ ജീവിതക്രമമാണ്. ഭൗതികവും ആത്മീയവുമായ അനുഷ്ഠാനങ്ങൾ സഹവർത്തികമായി മുന്നോട്ട് പോകുവാനാണ്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അനേകം ആളുകളും അവരുടെ ആത്മാക്കളുടെ ആവശ്യങ്ങളുടെ നേരെ അന്ധരാണ്. അവർ അതിയായി ആശിക്കുന്നത് അവരുടെ ശാരീരിക ഇച്ഛകളും ആഗ്രഹങ്ങളും ശമിപ്പിക്കുന്നതിലാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ ഈ ലോകത്തിൻ്റെ താൽക്കാലികതയും ശൂന്യതയും മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ സ്നേഹത്തെ അന്വേഷിക്കുന്നു. അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ തങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു. അള്ളാഹു തആല ആത്മീയ അതിര് നിശ്ചയിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നു. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളാൽ ലഭ്യമാകുന്ന സമ്പത്ത് ഇസ്ലാമിക തത്വങ്ങൾക്ക് വിധേയമായി അടുക്കി വയ്ക്കുന്നു. അപ്പം നമ്മൾ ഇഹലോകത്ത് പ്രയത്നിച്ച് നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകളൊക്കെ നമ്മൾ അടുക്കി വെച്ചിട്ട് ഇസ്ലാമിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി നമ്മൾ അത് ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അങ്ങനെ അവരുടെ ധനം ശുദ്ധിയാകുന്നതിനായി സക്കാത്ത് നൽകുന്നു. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നു, തറപ്പിച്ചു പറയുന്ന യഥാർത്ഥ ജീവിത വിജയം കുടികൊള്ളുന്നത് സ്വാത്വികതയിലും സത്പ്രവർത്തനങ്ങളിലുമാണ്. ഇക്കാര്യം ഉണർത്തുന്നത് വിശ്വാസികളെ മാത്രമല്ല, മുഴുമാനവകുലത്തെയും ഉണർത്തുകയാണ്. വിശ്വാസികളെ മാത്രമല്ല, മുഴുമാനവകുലത്തെയും ഉണർത്തുകയാണ്. ഇന്ന് നാം കാണുന്ന ഈ ലോകം പരിമിതമായ കാലത്തേക്ക് മാത്രമുള്ളതാണ്. എന്നെന്നും നിലനിൽക്കുന്ന ജീവിതത്തിനു വേണ്ടി അവർ കഠിനയത്നം തുടരേണ്ടതാണ്. അങ്ങനെ അള്ളാഹുവിനോടുള്ള സ്നേഹം വിശ്വാസികളെ ഉത്തേജിപ്പിക്കേണ്ടതാണ്. അവർ ദാനധർമ്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതാണ്. ദയാപുരസ്സരം വർത്തിക്കേണ്ടതാണ്. നീതിപൂർവം വർത്തിക്കേണ്ടതാണ്. അങ്ങനെയായാൽ അവർക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്, സുരക്ഷിതമായി, ഭദ്രമായി. ദൗർഭാഗ്യവശാൽ ഭൗതിക പുരോഗതിയുടെ ആധിക്യം മൂലം മനുഷ്യൻ്റെ ആത്മീയ പുരോഗതി പിന്നോക്കം പോയി. ഇന്നത്തെ ലോകത്ത് അനേകം ആളുകൾ കൂടുതൽ പണം നേടുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ്. കൂടുതൽ ധനം കുന്നുകൂട്ടുന്നതിനുള്ള മുൻഗണനയാണ് ആഗോളതലത്തിൽ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വളരെയധികം ധനമുള്ളവർ കൂടുതൽ വാരിക്കൂട്ടുവാൻ ശ്രമിക്കുകയാണ്. അവർ വിശ്വാസത്തെയും ആത്മീയതയെയും അവഗണിക്കുകയും ചെയ്യുന്നു. ഭൗതികമായി നല്ല ജീവിതത്തിനു വേണ്ടി ധനം നേടുന്നതിന് പരിശ്രമിക്കുന്നതിന് തീർച്ചയായും തെറ്റൊന്നുമില്ല. എന്നാൽ
ഈ പ്രവൃത്തി അവൻ്റെ ആത്മീയ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ മേൽ നിഴൽ വീഴ്ത്തരുത്. എത്ര സമ്പത്ത് വേണമെങ്കിലും നമുക്ക് സമാഹരിക്കാം, നമുക്കത് നേടാം. അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹുവും കാണിച്ചു തന്ന അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ട്, എന്നിട്ട് അതിനെ നമ്മൾ ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ഔന്നത്യം നമുക്ക് ലഭ്യമാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ധനത്തെ നിങ്ങൾ അമിതമായി സ്നേഹിക്കുകയും ചെയ്യുന്നു. വത്തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. ഈ പ്രസ്താവന അമിതമായ ആഗ്രഹമാണ് ധനത്തോട്. ഈ പ്രസ്താവന സത്യമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ജനങ്ങൾ ആത്മീയവും ധാർമ്മികവുമായ ഗുണങ്ങൾ നേടുന്നതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നല്ല വ്യക്തിത്വമുള്ള ആളായി തീരുന്നതിന് അനിവാര്യമായതിനെ ത്യജിക്കുന്നു. യഥാർത്ഥ ധനം ഇതിൻ്റെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണ്. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു തആല അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ പെരുമാറ്റത്തിലെ മര്യാദകൾ പാലിക്കുന്നവനാണ്, വ്യക്തി വൈശിഷ്ട്യമുള്ളവനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണോ പെരുമാറിയത്, എപ്രകാരമാണോ പ്രവർത്തിച്ചത്, അത് മനസ്സിലാക്കി അപ്രകാരം തന്നെ നാം ഓരോരുത്തരും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ളവരെയാണ് അള്ളാഹു സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. നമ്മുടെ നിത്യജീവിതത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും നമ്മൾ അകന്നു പോയപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ, ലോകമെങ്ങുമുള്ള ജനതയെ ഉണർത്തുന്നതിനായി അള്ളാഹുവിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഓരോ നൂറ്റാണ്ടിലും അവൻ അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നു. ആ കാലത്തിൻ്റെ ഇമാമിനെയും തിരിച്ചറിഞ്ഞ് അതിൽ വിശ്വസിച്ച് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും ശാന്തിയും സമാധാനവും ലഭ്യമാകുന്നത് ആണ്. അത്തരത്തിൽ ജീവിക്കുവാനും ആ സന്ദേശം ലോകമെങ്ങും വ്യാപിപ്പിക്കുന്നതിനായി ശിഷ്ടകാല ജീവിതം നമുക്ക് നയിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ജുമാ പ്രസംഗങ്ങളിലൂടെ നമുക്ക് വായിക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹി അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.